Hi dears, welcome to our online class. In previous class we have already learned about PHP, introduction of PHP, benefits of PHP, etc. Today we are going to discuss a simple program in PHP. Okay, PHP program embedded in HTML. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു PHP പ്രോഗ്രാം HTML-ലൂടെയാണ് നമ്മൾ കൊടുക്കുക. ജാവാസ്ക്രിപ്റ്റും അങ്ങനെ തന്നെയായിരുന്നു കൊടുത്തിരുന്നത് അല്ലേ? ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, PHP-യിലെ ഒരു സിമ്പിൾ പ്രോഗ്രാം, ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു വെൽക്കം ടു PHP പ്രോഗ്രാം എന്നൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കണം. അതിനെങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം കോഡ് കൊടുക്കേണ്ടത് നോക്കാം. ഓക്കെ, HTML-ലൂടെയാണ് PHP പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, HTML ടാഗ് കൊടുക്കുന്നു അല്ലേ? HTML-ലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം കൊടുക്കുക. ടൈറ്റിൽ എന്തെങ്കിലും കൊടുക്കാം, എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തു, പ്രോഗ്രാം കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ദെൻ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ PHP-ൻ്റെ കോഡ് കൊടുക്കേണ്ടത്. PHP കോഡ് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. ആംഗിൾ ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യണം, PHP. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, PHP-യുടെ കോഡ് കൊടുക്കേണ്ടത്. ആംഗിൾ ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്, ദെൻ PHP. മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് C++-ൽ നമ്മൾ എന്താ ഉപയോഗിച്ചിരുന്നത്, C ഔട്ട് എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിരുന്നു അല്ലേ? PHP-യിൽ എന്തെങ്കിലും മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. ഏതൊക്കെയായിരുന്നു, എക്കോ ആൻഡ് പ്രിൻ്റ്. എക്കോയും പ്രിൻറ്റുമാണ് എന്ത് ചെയ്യുക, മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കുകയാണ്, വെൽക്കം ടു PHP പ്രോഗ്രാം എന്ന്. എക്കോയിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു ഹെഡിങ് കൊടുക്കുകയാണേ. ഹെഡിങ് ടാഗ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു വെൽക്കം ടു PHP വെൽക്കം ടു PHP എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹെഡിങ് ടാഗ് ആയത് കാരണം എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. എന്താണ് ഹെഡിങ് ടാഗ്, എന്താണ്, കണ്ടെയ്നർ ടാഗാണ്, അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യൽ നിർബന്ധമാണ് അല്ലേ? ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, PHP ക്ലോസ് ചെയ്യുക. PHP ക്ലോസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ആംഗിൾ ബ്രേക്കറ്റിൽ കേട്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് അതിന് ശേഷം ബോഡി ക്ലോസ് ചെയ്യുന്നു, HTML ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും, വെൽക്കം ടു PHP എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഒരു PHP പ്രോഗ്രാം എങ്ങനെ കൊടുക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ. HTML പ്രോഗ്രാമിലൂടെ, അതന്നെ HTML ടാഗാണ്, HTML ഹെഡ്, ടൈറ്റിൽ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ബോഡി ടാഗിനുള്ളിലാണ് എന്ത് കൊടുക്കേണ്ടത്, PHP ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മെസ്സേജ് എന്താണോ ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത് അത് കൊടുക്കുന്നു. ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നു, HTML ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രാം എങ്ങനെ കൊടുക്കുക എന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഇൻ PHP. PHP-യിലെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ്. In PHP, data types are classified into two. They are, നോക്കൂ, core data types and special data types. Core data types എന്നും special data types എന്നും രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ ടൈപ്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ കോർ ഡാറ്റ ടൈപ്സിൽ വരുന്നതാണ് ഏതൊക്കെയാണ്, കോർ ഡാറ്റ ടൈപ്സിൽ വരുന്നതാണ് ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ, സ്ട്രിങ്. ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ, സ്ട്രിങ്. ഇതിൽ നമുക്കറിയാം
ഇൻറ്റിജർ എന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇവിടെ C++ഉം PHയും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇൻറ്റിജർ എന്തിനു വേണ്ടിയിട്ടാണ് C++ൽ ഉപയോഗിച്ചിരുന്നത്? ടു ക്യാൻ ഹോൾഡ് ദ ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ട്. പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? ഇൻറ്റിജർ എന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ. നെക്സ്റ്റ് ഏതാണ്? ഫ്ലോട്ട്. ഫ്ലോട്ട് ക്യാൻ സ്റ്റോർ ഫ്രാക്ഷണൽ നമ്പേഴ്സ്. പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ബൂളിയൻ. ബൂളിയൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബൂളിയൻ എന്തിനായിരുന്നു? ബൂളിയൻ വാല്യൂസ് ഉണ്ട്, ബൂളിയൻ വാരിയബിൾസ് ഉണ്ട്. ബൂളിയൻ വാരിയബിൾസ് ആണ് ഇത് ട്രൂ ഫോൾസ്. ബൂളിയൻ വാല്യൂസ് ആണ് 0 1 അല്ലേ? 1 0 എന്നുള്ളത് ബൂളിയൻ വാല്യൂസ് ആണ്. അപ്പോൾ ബൂളിയൻ വാല്യൂസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബൂളിയൻ എന്ന ഡാറ്റ ടൈപ്പ്. ദെൻ സ്ട്രിങ്. സ്ട്രിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാരക്ടർ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രിങ്. അതിൽ നമ്മൾ ക്യാറും സ്ട്രിങ്ങും പഠിച്ചിട്ടുണ്ട് അല്ലേ C++ൽ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായല്ലോ. ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ, സ്ട്രിങ്. ഇത്രയാണ് ഏതിൽ വരുന്നത്? കോർ ഡാറ്റ ടൈപ്സിൽ വരുന്നത്. നെക്സ്റ്റ് ഏതാണ്? സ്പെഷ്യൽ ഡാറ്റ ടൈപ്സ്. സ്പെഷ്യൽ ഡാറ്റ ടൈപ്സിൽ വരുന്നത് നള്ള്, അറേ, ദെൻ ഒബ്ജക്റ്റ്, റിസോഴ്സ്. നള്ള്, അറേ, ഒബ്ജക്റ്റ്, റിസോഴ്സ്. ഇതിൽ നള്ള് എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എംപ്റ്റി സെറ്റ് ഓഫ് വാല്യൂ. എംപ്റ്റി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നള്ള്. ദെൻ അരേയും ഒബ്ജക്റ്റും. അപ്പം നമ്മൾ C++ൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അരേ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരേ ടൈപ്പിലുള്ള ഒരുപാട് ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? അരേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അരേ എന്ന് പറയുമ്പോൾ എ സെറ്റ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ റെഫേർഡ് അണ്ടർ എ സിംഗിൾ നെയിം. ഒരേ ടൈപ്പിലുള്ള ഒരുപാട് ഡാറ്റാസിനെയാണ് അരയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഏതായിരുന്നു? നള്ള്, അരേ, ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ എന്താണ്? C++ലെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഫങ്ഷൻസിനെയും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒബ്ജക്റ്റ്. ദെൻ റിസോഴ്സ്. റിസോഴ്സ് മാത്രമാണ് നമ്മൾ കേൾക്കാത്തൊന്ന്. ബാക്കിയെല്ലാം നമ്മൾ എന്ത് തന്നെയാണ്? C++ൽ പഠിച്ചതാണ്. റിസോഴ്സ് അതൊരു ഡാറ്റ ടൈപ്പ് അല്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു ഡാറ്റ ടൈപ്പ് അല്ല. ഇറ്റ് ക്യാൻ സ്റ്റോർ റെഫറൻസ് ആണ്. അതായത് മെമ്മറി അഡ്രസ്സിനെയാണ് ഏതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അഡ്രസ്സിനെയാണ് ഏതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? റിസോഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിസോഴ്സ് മാത്രമാണ് എന്ത് നമുക്ക് പുതുതായിട്ട് പരിചയപ്പെടണുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? ഓൾറെഡി C++ൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഡാറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.